എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു 2 ദിവസത്തിന് മുമ്പ് ഒരു റീൽ ഇടുകയുണ്ടായി. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറേ പേരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. കുറേ ആളുകളിലേക്കൊക്കെ അത് എത്തിച്ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് പേര് എന്നോട് വന്ന് ചോദിക്കുകയുണ്ടായി, മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ, പക്ഷെ അത് ഒരു വാക്കുകൾ കൊണ്ട് അതിനെ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് എത്ര പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മൂവ് ഓൺ ചെയ്യുന്നത് ആർക്കായാലും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ചുറ്റുമുള്ള സിറ്റുവേഷൻസ് അനന്തമായിട്ട് ഇപ്പോൾ 1 മാസം 2 മാസം ഓക്കെ, ഒരു 6 മന്ത് വരെ നമുക്ക് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം അവർ തിരിച്ചു വരികയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് നമ്മുടെ കൂടെ ഒരു കടമയാണല്ലേ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓൾറെഡി ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞ ചാപ്റ്ററാണത്. പക്ഷെ നമുക്ക് അത് ചെയ്യാതെ നിവർത്തിയില്ലല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റിലേഷൻഷിപ്പുകളിലെ ടോക്സിക് റിലേഷൻഷിപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ 3-4 പോയിന്റ്സ് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് നമ്മളിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും, അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു അടിമത്തം സ്ഥാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പങ്കാളി, അതിപ്പം ഏത് റിലേഷൻഷിപ്പും ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവാം, അല്ലെങ്കിൽ കപ്പിൾസ് ആവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, ആരുമാകാം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പങ്കാളി നമ്മളുടെ മുന്നിൽ ഒരു ഗുഡ് ഇമേജ് കൊണ്ടുവന്ന് തരും. ഞാനില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ കയ്യിലൂടെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിനക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, നിനക്ക് നിൻ്റേതായിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് ഒരു ഫോർവേഡ് സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോകാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വരുത്തി തീർക്കുകയാണ് അവർ ആദ്യമേ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് അടിമത്തം, ഇതിൻ്റെ ഒരു പാർട്ടാണ് അടിമത്തം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയാണല്ലോ, ഇവരിങ്ങനെ നമ്മളെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവരും. അപ്പം നമ്മൾ സ്വയം ചിന്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പങ്കാളി ഇല്ലാതെ നമുക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ തന്നെ സ്വയം വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ് അവർ വിജയിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ബ്ലെയിം ചെയ്യും. അവരെന്ത് കുറ്റം ചെയ്താലും, അവർക്ക് ചിലപ്പോൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവാം, പല റിലേഷൻഷിപ്പുകൾ കാണും, പല കള്ളത്തരങ്ങൾ കാണും, ഇതെല്ലാം ഉണ്ടാവും. പക്ഷേങ്കിൽ അവർ നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. നിന്റെ തെറ്റുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്, നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്യുകയില്ലായിരുന്നു. എന്തിനും ഏതിനും അവർ നിങ്ങളുടെ മേലെ കുറ്റം ആരോപിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ റീസൺസ് അവർ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മേലെ ആരോപിക്കും, നീയാണ് ഇതിനെല്ലാം മെയിൻ കാരണം. അങ്ങനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒരിക്കലും കിട്ടില്ല. അതായത് നിങ്ങൾ എത്ര തന്നെ സ്നേഹം വാരിക്കോരി കൊടുത്താലും, എത്ര തന്നെ കെയർ ചെയ്താലും, എത്ര സപ്പോർട്ട് ചെയ്താലും അവർ നിങ്ങൾക്കൊന്നും നൽകാൻ പോകുന്നില്ല. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, വഴിയിലൊക്കെ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വലിയ ധനികരായിട്ടുള്ള ആളുകൾ പൈസ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ സിനിമകളിലോ അല്ലെങ്കിൽ സീരീസുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കഥാപുസ്തകങ്ങളിലോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ടും കണ്ടിട്ടുണ്ടാവാം ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. വല്ലപ്പോഴും അവർക്ക് തോന്നുവാണെങ്കിൽ അവരുടെ സ്നേഹം വല്ലപ്പോഴും ഒന്ന് പ്രകടിപ്പിക്കും. പക്ഷേ അതിൽ കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കരുത്, അവർ തരില്ല. കാരണം അവർക്ക് അത് തരാനും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഒരു കൺട്രോളിങ് നേച്ചറിൽ കൂടെ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം അവർക്ക് വേണ്ടി എഫോർട്ട് എടുത്താലും അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു എഫോർട്ടും എടുക്കാൻ തയ്യാറാവുകയില്ല. അല്ല, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയോളൂ. ചിലപ്പോൾ നിങ്ങളായിരിക്കാം എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനോ, ഈവൻ എന്തിന് ഒന്ന് ഫോണിൽ സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. അവർ തിരിച്ച് അങ്ങനെയൊന്നും ആയിക്കൊള്ളണമെന്നില്ല. വല്ലപ്പോഴും ഒക്കെ ചെയ്തേക്കാം. കുറേ പരാതികൾ കേൾക്കുമ്പോൾ ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതേപോലെ ആണ് ആവർത്തിക്കുന്ന എങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ്.
ഇനി നാലാമത്തെ കാര്യം, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമത്തെ വേർഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹോറിങ് എന്ന് പറയും. ഹോറിങ് എന്ന് പറയുന്നത് ഒരുപാട് നാള് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് സഹിച്ചു മതിയായി കഴിയുമ്പോൾ ശരി ലെറ്റ്സ് ബ്രേക്ക് അപ്പ്, അല്ലെങ്കിൽ ഇന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറയുകയാണെങ്കിൽ ഓർത്തോള് അവരുടെ സ്വഭാവം മാറി മറിയുന്നതായിട്ട് കാണാം. അവർ ഓടി വന്നിട്ട് നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾ ഇതുവരെയും സഞ്ചരിക്കാത്ത രീതികളിൽ കൂടെ, ഇതുവരെ കാണാത്ത രീതികളിൽ കൂടെ ഒക്കെ അവരുടെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരാനും അവർ സമ്മതിക്കും. അതും ഒരു 2-3 ദിവസത്തേക്ക് മാത്രം. അതിനുശേഷം വീണ്ടും പഴയപടി തന്നെ ആയിരിക്കും. കാരണം വിട്ടു പോകുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്കത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ആ ബന്ധത്തെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കൊടുത്തിട്ട് റിലേഷൻഷിപ്പിനെ ചേർത്ത് വെക്കണം എന്നുള്ള ചിന്തയൊന്നും അവരുടെ തലച്ചോറിലില്ല. അവർക്ക് വിട്ടുപോകരുത്. കാരണം നിങ്ങളാണ് അവർക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട്, കെയറിങ്, സ്നേഹം, പരിഗണന എല്ലാം. ചിലപ്പോൾ ഫിനാൻഷ്യലി പോലും നിങ്ങളായിരിക്കാം അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത് കോസ്റ്റിംഗ് എന്ന് പറയും. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ എപ്പോഴും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ വിളിക്കുമ്പോൾ പറയും ഞാൻ ബിസിയാണ്, ഞാൻ പിന്നെ വിളിച്ചോളാം, എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. അപ്പോൾ ആദ്യത്തെ കുറേ നാൾ നമ്മളിതുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോവും. പക്ഷേ അതിനുശേഷം ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടുന്ന് ഒന്നുമില്ല, ഇവിടുന്ന് അങ്ങോട്ട് എല്ലാം ഉണ്ട് താനും. അപ്പോൾ ഇനിയും നമുക്കിത് ശരിയാവത്തില്ല, മുന്നോട്ട് കൊണ്ടുപോകണ്ട, എനിക്കിത് മടുപ്പ് തോന്നുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് ഒത്തിരി വേദന തോന്നുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് കാണാൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ 2-3 ദിവസം അവരുടെ ഒരു വിവരവും കാണത്തില്ല. അവർക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളിലേക്ക് വരും. അവർക്കിപ്പോൾ സംസാരിക്കണം തോന്നുവാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, മീൻസ് എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ വേണ്ട എന്ന് തന്നെയാണ് വാസ്തവം. ഒരുപക്ഷെ അവർക്ക് വേറെ പല ഓപ്ഷൻസ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നേച്ചർ അങ്ങനെ ആവാം. എന്തു തന്നെ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് കൊള്ളുക. നിങ്ങളൊരു ഡേഞ്ചറസ് സോണിൽ തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം കുട്ടികളുണ്ടാവാം, പേരൻസ് ഉണ്ട്, പ്രാരാബ്ദങ്ങളുണ്ട്, കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. എത്ര കാലം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇത്തരം ബന്ധങ്ങളിൽ പിടിച്ചു നിൽക്കുന്നതല്ലേ. അതിനുശേഷം അത്ര വേഗം നമുക്ക് ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊന്നും സാധിക്കത്തില്ല അല്ലേ. കാരണം നമ്മളവിടെ ഇരയാണ്. നമുക്കവരോട് ഒരുപാട് സ്നേഹമുണ്ട്, കരുതലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അതൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അവരുടെ സ്നേഹം തുറന്ന് പ്രകടിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അവർ പ്രകടിപ്പിക്കുകയില്ല. അഥവാ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത്തരം ബന്ധങ്ങളിൽ തുടരണോ വേണ്ടായോ എന്നുള്ളത്. അപ്പോഴും ഞാൻ എടുത്തു പറയാണ്, പേരൻസും കുട്ടികളും ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കത് എളുപ്പമല്ല അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുക എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് തീർച്ചയായും എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് റീലിട്ടപ്പോൾ എന്നോട് വന്ന് ചോദിച്ചതിന് മറുപടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസുകളോ റിലേഷൻഷിപ്പ് ഇഷ്യൂസുകളോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ, മൊബൈൽ ഫോൺ അഡിക്ഷൻസ്, അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ, ADHD, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും ഏതുതരം ഗൈഡൻസും കൗൺസിലിങ്ങിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോസ് കണ്ട് അതിനെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ.